ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ ഷവർമ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു ഓണിയൻ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് ഫ്രൈ എടുത്ത ചിക്കനാണ്. അത് ഞാൻ കൈയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കൊറിയാൻഡർ ലീഫാണ്, മല്ലിയില. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗാർലിക് പേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഗ്രില്ല് ചെയ്തത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടത്തില്ലേ ഗാർലിക് പേസ്റ്റ്, ആ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാണ്. ഞാൻ ചെയ്തെടുത്തത് വെളുത്തുള്ളി 1-2 പീസ്, പിന്നെ അതുപോലെ കുറച്ച് ഓയിൽ, കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം ഒരു എഗ് വൈറ്റും കുറച്ച് ഓയിലും അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത പേസ്റ്റാണത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എഗ്ഗ് എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ലൂസായി പോവും. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടാറ്റോ ബോയിൽ ചെയ്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊട്ടാറ്റോ ബോയിൽ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് ബോയിൽ ചെയ്ത് വെച്ചതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലും ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗാർലിക് പേസ്റ്റിലും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് പെപ്പർ പൗഡറാണ്. അപ്പോൾ അത് ഞാനൊരു 3/4 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് മാത്രമാണ്. പിന്നെ ഇതെന്തായാലും കയ്യിൽ സ്റ്റിക്കായിട്ട് ഇരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ഇതിൽ വഴറ്റിയിട്ടില്ല, ഡയറക്റ്റ് ഓണിയൻ ചേർക്കാണ് ചെയ്തത്. സോ അതിൽ നിന്ന് എന്തായാലും വെള്ളം ഊറി വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സ്റ്റിക്കായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ അതിലൊട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1-2 സ്പൂണ് ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈയായിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അത് ഷേപ്പാക്കി എടുക്കുമ്പോൾ കയ്യിലും കയ്യിൽ ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളമോ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഞാനിവിടെ ഓയിലാണ് കയ്യിൽ 2 കൈയിലും ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഷേപ്പാക്കി എടുക്കുന്നത്. പിന്നെ ഷേപ്പാക്കി എടുക്കുമ്പോൾ അധികം വലുതാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വലുതാക്കും തോറും അത് ഓണിയൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തുള്ളത് കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ അധികം വലുതാക്കാതിരിക്കുക. അപ്പോൾ ഇത് ഞാൻ എല്ലാതും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗാർലിക് പേസ്റ്റ് എടുക്കുക. അതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്കതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ജാറിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എഗ്ഗിലല്ല ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുന്നത്, നമ്മൾ ഗാർലിക് പേസ്റ്റിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഗാർലിക് പേസ്റ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതാണ് ഷവർമ്മയുടെ ആ പക്ക ടേസ്റ്റ് കിട്ടാൻ കാരണം. അപ്പോൾ അതായത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നെടുത്തിട്ട് നമുക്ക് ഗാർലിക്കിൻ്റെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ എല്ലാതും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ സാധാ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ അതേപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പക്ക ഷവർമ്മയുടെ ഉള്ളിലത്തെ ആ ടെക്സ്ചറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തികച്ചും കട്ട്ലറ്റിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.